Welcome back to today's OET exam introspection. I am Avida from Admi International. As per our students' comments, we can discuss about today's modules. ഫസ്റ്റ് പാർട്ടായി ലിസണിങ് നമുക്ക് നോക്കാം. ഇന്നത്തെ ലിസണിങ് എ പാർട്ടിൽ വന്നത് ഒരു ഡെർമറ്റോളജിസ്റ്റുമായിട്ടുള്ള ടോക്കായിരുന്നു. എക്സ്ട്രാക്ട് ടൂവിൽ ഒരു ഗൈനക്കോളജിസ്റ്റുമായിട്ടുള്ള ടോക്ക് ആയിരുന്നു വന്നിരുന്നത്. പാർട്ട് സിയിൽ ഇന്ന് പ്രസന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഓക്കെ, നമ്മുടെ ലിസണിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡെയിലി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു റീഡിംഗ് മോഡ്യൂൾ. ഇന്നത്തെ റീഡിംഗിന്റെ പാർട്ട് എയിൽ വന്നിരുന്നത് ലൈം ഡിസീസ് ആയിരുന്നു. അതിന്റെ ടെസ്റ്റ് എയിൽ ഇൻട്രഡക്ഷൻ, ടെസ്റ്റ് ബിയിൽ സിംറ്റംസ് ആൻഡ് റിസ്ക്, ടെസ്റ്റ് സിയിൽ മെഡിക്കേഷനെ കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. ടെസ്റ്റ് ഡിയിൽ മാനേജ്മെന്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. പാർട്ട് ബിയിൽ ആസ് യൂഷ്വൽ നമ്മുടെ ഗൈഡ് ലൈൻസ്, മാനുവൽസ്, മെമ്മോ എന്നിവയായിരുന്നു വന്നിരുന്നത്. പാർട്ട് സിയിൽ ഇന്നത്തേത് റിസർച്ച് ടൈപ്പ് മെറ്റീരിയൽസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഓക്കെ, നൗ അബൌട്ട് ദി റൈറ്റിംഗ് മോഡ്യൂൾ. ഇന്നത്തെ റൈറ്റിംഗിൽ ഒരു നോൺ കേസ് ആയിരുന്നു വന്നിരുന്നത്. കെയർ ഹോം മാനേജർക്കുള്ള ലെറ്റർ ആയിരുന്നു. ഇവിടെ പേഷ്യന്റ് ഒരു ഫോൾ ആയിട്ടായിരുന്നു വന്നത്. പേഷ്യന്റിന്റെ കണ്ടീഷൻ സിങ്കോപ്പി ഡ്യൂ ടു ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്നായിരുന്നു. ഇനി ഡിസ്ചാർജ് മാനേജ്മെന്റ് ഒക്കെ അതിൽ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ലാസ്റ്റ് മോഡ്യൂളായ സ്പീക്കിങ്ങിലോട്ട് പോകാം. ഇന്നത്തെ സ്പീക്കിംഗ് സെക്ഷനിൽ വന്നിരുന്നത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സെറ്റിംഗ് ആയിട്ടുള്ള ഒരു അൺനോൺ കേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോഗ് ബൈറ്റ് കഴിഞ്ഞിട്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചുള്ള ഒരു സ്പീക്കിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അറ്റ്ലസ് ഫുഡിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കും ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് എക്സാം എഴുതിയ എല്ലാ സ്റ്റുഡൻസിനും നല്ലൊരു വിജയം ആശംസിക്കുന്നു.